ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. വെറും 3 ചേരുവകൾ കൊണ്ട് അടിപൊളി ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ആദ്യം നമുക്ക് ഈ ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന പാത്രവും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറഞ്ഞ സ്പീഡിൽ തുടങ്ങി പിന്നെ സ്പീഡ് കൂട്ടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് സ്റ്റിഫാകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒരു 90% ഒക്കെ ലെവലിൽ ഒന്ന് സ്റ്റിഫായി വന്നാൽ മതി. ഇതുപോലെ റെഡി ആവുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കാം. 2 കപ്പ് ക്രീമിന് 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതിപ്പോൾ വാനില ഐസ്ക്രീം ആയതുകൊണ്ട് ഞാൻ വാനില എസൻസ് ചേർത്തു. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എസൻസ് ചേർത്തിട്ടും ആ ഒരു ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ ഇതും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് സെക്കൻഡ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. വേറെ പാത്രത്തിൽ മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് കവർ ചെയ്ത് മൂടി വെച്ചാൽ മതി. ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി വാനില ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. നമുക്കിത് ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പ് കൊണ്ടോ സെർവ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഈ ഐസ്ക്രീം വീട്ടിലുണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്